എൻ്റെ പേര് രാജീവ്. ഞാൻ പുറത്ത് എബ്രോണാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് അഞ്ജന. നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കണ്ടംപററി സ്റ്റൈലിലൊരു നല്ല വീട് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരുപാട് വീടുകൾ ഞങ്ങൾ പോയി കണ്ടു, ഒരുപാട് ബിൽഡേഴ്സിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു, ഡിസൈനുകൾ വർക്കൗട്ട് ചെയ്തു. ലാസ്റ്റ് നമ്മൾ വിനായക ഹോംസിൻ്റെ ലിജുവായിട്ട് പരിചയപ്പെട്ടു. ലിജുവിൻ്റെ ഗൈഡൻസ് പ്രകാരം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതനുസരിച്ച് ഒരു ഡിസൈൻ ലിജു തയ്യാറാക്കി തന്നു. ഫസ്റ്റ് ഡിസൈനിൽ തന്നെ ഞാൻ ഇംപ്രസ്ഡായി. ആക്ച്വലി 2 ഡിസൈനാണ് വന്നത്. അതിൽ ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു, ഫ്രണ്ട് എലവേഷൻ്റെ. അതിനുശേഷം നമ്മൾ 1 ഇയറിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഒരു ചെറിയ പ്ലോട്ടാണ്, 7 സെൻറ്റിലാണ് ഉള്ളത്. എലവേഷൻ എല്ലാം കൂടെ വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പ്ലോട്ട് ഫുള്ളായിട്ട് നിൽക്കുന്നൊരു തോന്നലുണ്ടാവും. ടോട്ടൽ നമ്മുടെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഒരു 2300 അറൗണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് എലവേഷൻ തന്നെ ഒരു 2 പാർട്ടായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നത്. അത് ആ ഡിസൈനിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ്. കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയൊരു പ്ലോട്ടിനകത്ത് ഇത്ര വലിയൊരു വീട് നിന്നിട്ട് പോലും അത്രയും ഒരു സ്പേസ് വിനായക ഹോംസിന് എനിക്ക് തരാൻ പറ്റി. ഫ്രണ്ടിൽ എനിക്ക് കുട്ടികൾക്ക് കളിക്കാനായാലും വണ്ടി പാർക്ക് ചെയ്യാനായാലും അത്യാവശ്യം നല്ലൊരു സ്പേസ് അതിനകത്തുണ്ടായിരുന്നു. അതുകൂടാതെ ലാൻഡ്സ്കേപ്പിംഗ് ആയാലും നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് തന്നു. എന്നുവെച്ചാൽ എനിക്ക് യൂട്ടിലിറ്റി, എനിക്ക് യൂസ് ചെയ്യാനുള്ള ഏരിയ എല്ലാം തന്നെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞ കണക്ക് തന്നെ ലിജു എനിക്കത് ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. അത് ഡബിൾ ഹൈറ്റിൻ്റെ മേളിൽ ഞങ്ങൾ ഒരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് വിൻഡോ ആണ്. സോ നല്ല ലൈറ്റും കാര്യങ്ങളും അകത്തോട്ട് വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചൂട് അധികം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ പൂജാ റൂമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പൂജാ റൂമായിട്ട് വേണ്ട ഒരു ചെറിയ സ്പേസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു നല്ലൊരു രീതിക്ക് തന്നെ അത് ആ സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു പൂജാ ഏരിയ നമുക്ക് തരാനും പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ട് പോകുകയാണെങ്കിലും നല്ല സ്പേസിയസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ നല്ല രീതിക്ക് ഇൻറ്റീരിയർ ചെയ്ത് തന്ന ഒരു നല്ല ഓപ്പൺ കിച്ചൺ ഉണ്ട്. പിന്നെ അഡീഷണൽ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ കോർട്ട്യാർഡിലോട്ട് വരികയാണെങ്കിൽ കോർട്ട്യാർഡ് ഒരു ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോർട്ട്യാർഡ് അല്ല അത് ആക്ച്വലി നമ്മുടെ ഫ്രീ ടൈമും ഫാമിലി ആയിട്ടുള്ള ഒരു ടൈമൊക്കെ ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാനും. ഇപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിനകത്ത് വെള്ളം വീഴണം, മഴ വീഴുന്ന കാണണം, കുട്ടികളുടെയും വൈഫിൻ്റെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കമ്പൈൻ ചെയ്യിച്ചിട്ടാണ് ആ കോർട്ട്യാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിനകത്തും ഒരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഫുൾ ഗ്ലാസ് ആയിട്ട് ഒരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് തന്നെ അത്രയും ഗ്ലാസ് കയറുമ്പോൾ തന്നെ നമുക്ക് അകത്തോട്ട് നല്ല വെട്ടം കിട്ടുന്നുണ്ട്. ആ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകൽ സമയത്ത് ലൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ റൂമിലും ബേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ചെയർസ് ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കാനും. ബെഡ്റൂംസിൽ മാത്രമല്ല, നമ്മുടെ അപ്പർ ലിവിങ് ഏരിയയുടെ വിൻഡോസിലും നമ്മൾ ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിക്ക് അത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വർക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1 ഇയർ കോൺട്രാക്റ്റിലാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തത്. ഇൻറ്റീരിയർ ആയാലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ആഫ്റ്റർ സർവീസ് ആയാലും നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്.